ഇതേ ആ കോഴിക്ക് ഇട്ടുകൂടാ, അത് കൂട്ടി കയറി മുട്ട ഇടട്ടെ. നിന്നെ പോലെ തന്നെ ആ കോഴിക്ക് എന്തെങ്കിലും കൊടുത്താലേ സ്നേഹമുള്ളൂ. ഞാൻ ഇട്ടിട്ട് പോകും കേട്ടോ. നല്ലോണം ഇട്ടുകൂടാ അങ്ങോട്ട്. സൂസിയെ 2 മുട്ടയുണ്ടോ എടുക്കാൻ? ആ തരാമല്ലോ. എടി കൊച്ചേ, ആ മുട്ട ഇരിക്കുന്ന ട്രേന്നേ 2 മുട്ട ചേച്ചിക്ക് എടുത്തു കൊടുത്തേ. ഇന്നലെ തന്നെ ഇവിടെ ഒരു ആളും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ആ അതെ, ഞാൻ പറയാൻ മറന്നു. ഇവിടെ ഫോണിന്റെ കണക്ഷൻ കിട്ടി. ഈ ഇച്ചായന് ഞാൻ ഈ ഓരോ ബൂത്തിലൊക്കെ പോയിട്ട് ക്യൂ നിന്ന് വിളിക്കണ ഇച്ചായന് ഇഷ്ടമല്ല. എപ്പോഴോ കൊടുത്ത കണക്ഷനാ. ഇന്നലെ അവരെല്ലാരും വന്ന് ഇവിടെ ചെയ്യുമായിരുന്നു. ആ അത് കൊള്ളാമല്ലോ. ഇനി ഞങ്ങൾക്കും കൊടുക്കാമല്ലോ ആർക്കെങ്കിലും ഒക്കെ നമ്പർ. ആ കൊടുത്തു, ഒരു കുഴപ്പവും ഇല്ല. നമ്പർ എത്രയാ? നമ്പർ 79 15 41 തോന്നുന്നു. ആ എന്നാലും ഞാൻ എഴുതി തരാം. ഈ മുട്ട എടുക്കാൻ പോയോൾ എന്നാണോ, ഞാൻ നോക്കിട്ട് വരാവേ. എടാ കുഞ്ചു, ഇവിടെ ആരും ഇല്ല, നമുക്ക് അകത്തേക്ക് കയറിയാലോ? 161. ഹലോ ഹലോ ഹലോ, ആരാണോ? ഹലോ ഹലോ ഹലോ, പിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടൂടാ നിങ്ങളെയൊക്കെ. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എപ്പോൾ നോക്കുമ്പോഴും നമ്മുടെ ലിപ്സ്റ്റിക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തൊരു കഷ്ടമാണല്ലേ. എന്നാ ഇനി അങ്ങനെ സങ്കടപ്പെടണ്ട. മാമ എർത്തിന്റെ ക്രീമി മാറ്റിക് ലോങ് ലാസ്റ്റ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. 8 hours വരെ ലോങ് ലാസ്റ്റിക് ആണ്. മുറുമുറു ബട്ടർ ആൻഡ് വിറ്റാമിൻ ഇ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്ത്യൻ സ്കിൻ ടോണിന്റെ 9 ഷെയ്ഡുകൾ ഇത് അവൈലബിൾ ആണ്. ലിപ്പ് നല്ല മോയ്സ്ചർ ആക്കി വെക്കുകയും അതുപോലെ ഡ്രൈനെസ് തടയുകയും പിഗ്മെന്റേഷൻ തടയാനായിട്ടും ലിപ്സ്റ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസി ആയിട്ടും ക്വിക്ക് ആയിട്ടും നമ്മളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് മാമ എർത്തിന്റെ മേക്കപ്പ് റിമൂവർ വൈപ്സ്. ഇത് നമുക്ക് കണ്ണിലും ഫേസിലും ലിപ്പിലും ഒക്കെ യൂസ് ചെയ്യാം. മിസ്ലറി വാട്ടറിലും അലോവേരയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുകയും സ്മൂത്ത് ആക്കി വെക്കുവാനും ഹെൽപ്പ് ചെയ്യും. സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഫേസിലെയും നെക്കിലെയും ലിപ്പിലെയും എല്ലാ മേക്കപ്പുകളും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പ് വഴി ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് വഴിയാണെങ്കിൽ അതിൽ എക്സ്ട്രാ സെയിലും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഇനി ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ iOS-ലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇനി എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറും കിട്ടും. മാമ എർത്തിന്റെ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും അവർ 2025 ആകുമ്പോഴേക്കും അവർക്ക് 1 മില്യൺ മരം നടണം എന്നതാണ് അവരുടെ ടാർഗറ്റ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ബൈ. ഇത് ഇനി ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ? എന്നാടി എന്നെ എത്ര ദേഷ്യം? അയ്യോ, ഇച്ചായനാണോ? ഓ, ഇതാണ് അപ്പുറം വീട്ടിലെ പിള്ളേരെല്ലാം വന്ന് ഫോണെ കളിയാ. ഞാൻ അവരുടെ എന്തോ ഒന്ന് വിചാരിച്ചേ. കൊച്ചെന്തി? ആ, കൊച്ചു ട്യൂഷന് പോയേക്കുവാ. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടുന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അടുത്ത ആഴ്ച. നിനക്ക് എന്തെങ്കിലും കൊടുത്തു? ആണോ? എന്നാലേ വീട്ടിലോട്ട് കുറച്ച് ഈന്തപ്പഴം, കുറച്ച് ക്യാഷിനട്ട്. അമ്മച്ചിക്ക് ഭയങ്കര ക്ഷീണമാന്ന് പറയുന്ന. അപ്പൊ പാലിൽ കലക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ. ഇച്ചായന് എന്നാ അമ്മയ്ക്ക് കൊടുക്കാവേ. ഹലോ ജോയിയേ, എന്നാണ്ട് വിശേഷം? എന്നാ ഉണ്ടടാ? സുഖമായിട്ടിരിക്കുന്നു അമ്മേ. അമ്മയ്ക്ക് എന്നാണ്ട് വിശേഷം? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇവിടുന്ന് ഒരാൾ വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തുവിടണോ? എനിക്ക് എന്നാടാ, ഒന്നും വേണ്ട. എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി. എത്ര നാളാ ഇവിടുന്ന് പോയിട്ട്. അത് കൊള്ളാലോ. ഞാനത് വഴി തേരാപ്പാര നടന്നപ്പോ എന്നോട് എവിടെയെങ്കിലും കയറി പോകാൻ പറഞ്ഞിട്ട് എന്നെ എങ്ങനെയും കണ്ടാ മതിയെന്നോ? എടാ, അത് അമ്മമാരാകുമ്പോ അങ്ങനെയൊക്കെ പറയുമെടാ. എന്തോ അമ്മയില്ലേ? ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാവോ? ബാക്കി അമ്മേ. എന്നാടി? എന്നാ സജീവൻ ചേട്ടാ? എനിക്കൊരു കോള് വിളിക്കാൻ വേണ്ടിയായിരുന്നേ, അത്യാവശ്യമാണ്. അവിടെയാണ് ലാൻഡ് ഫോൺ. ഓഹോ, അത് ശരി. അപ്പൊ അമ്മയ്ക്കും മോക്കും ഫോൺ എടുക്കാൻ അറിയാം അല്ലേ? എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് രണ്ടും കൂടെ ഇന്നലെ മുതൽ ഫോൺ എടുക്കാതിരിക്കുക. ഇപ്പൊ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അമ്മയും മകളും കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് അല്ലേ, രണ്ടിനെ ഞാൻ വിടുകയില്ല. ഈ സജി ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. രണ്ടിനെ ഞാൻ വിടുകയില്ല. അമ്മയും മകളും കൂടെ
എന്റെ അമ്മേ, നമുക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കും നമ്മളെ ചീത്ത വിളിക്കുന്നതെന്ന്. ഈ സജി ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഈ സജി ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. രണ്ടിനെ ഞാൻ വിടുകയില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. അമ്മേനെ മകളെ ഞാൻ ഫോണില ഞങ്ങളെ ഒരു വിളി എന്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല. അവര് വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. എടുത്തു പറഞ്ഞു, കുഴപ്പമില്ല, വലിയ ഉപകാരം മോളെ. എന്തുവാ നമ്മുടെ വീട്ടിൽ നടക്കുന്നേ? ആ ഞാനവിടെ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. ആ ഗീതയുടെ മോളോ? ആഹാ, നിലത്തൊന്നും അല്ലായിരിക്കുമല്ലോ. ആ ആഹാ, ആ എന്നിട്ട് അവര് നിനക്ക് നമ്പർ തന്നായിരുന്നോ? തന്നോ? ആഹാ ആഹാ. സൂസി സൂസി ഒരു പേപ്പർ ഇങ്ങെടുത്ത്, ഒരു പേപ്പർ. ആ ഫോൺ എടുത്ത വിവരമെങ്കിലും അവര് എന്നോടൊന്ന് പറയണ്ടേ. ആഹാ ഹാ ഹാ. ആ ആ ആ ഇപ്പൊ മിക്ക വീടുകളിലും ഇവിടെയൊക്കെ ഇപ്പൊ ഇതേ ഉള്ളു കണക്ഷൻ. ആ ആ അതെ അതെ. ആ അപ്പൊ കൊച്ചി ഇപ്പൊ തന്നെ വിളിക്കുന്ന പറഞ്ഞേ. അതെ, എന്തിലായിരുന്നു അവളുടെ നോട്ട്? ഇത് ചോദിക്കാനായിരിക്കും. ആയിക്കോട്ടെ. നീ നോക്ക്. തിങ്കളാഴ്ച നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. തിങ്കളാഴ്ച എങ്ങനെയാന്നറിയില്ല, നമ്പരൊക്കെ കിട്ടത്തല്ലേ. സ്വാഭാവികം. എങ്ങനെയാന്നറിയില്ല, നോട്ട്ബുക്ക് എന്റെ കയ്യിലായി. ഇങ്ങനെയൊക്കെ മറവി തുടങ്ങി എന്നാ ചെയ്യും? ഞാൻ മിനി ചേച്ചി ഒന്ന് കാണട്ടെ. വേണ്ട, ഇനി വിളിക്കുന്നില്ല. അവന്റെ ഒരു നോട്ട് കൊടുക്കല്. ആരമ്മ വിളിക്കുന്നേ? ആര് വിളിക്കാൻ? എന്റെ അപ്പയായിരിക്കും. ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞേക്ക്. നല്ല മോള്. ഹലോ, ആരാ? ആഹാ ഞാൻ പറയാം. അമ്മച്ചിയെ, അമ്മച്ചിയുടെ ടോർച്ച് ഒന്ന് തരാവോ? ഇപ്പൊ എന്നാത്തിനാ രാത്രി ടോർച്ച്? അപ്പുറത്തെ വീട്ടിലെ രാധികയുടെ മുത്തശ്ശൻ ഊഞ്ഞാലേന്ന് വീണെന്ന് ഇപ്പൊ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകും. അവര് വിളിച്ചു പറയാനായിട്ട് ആളെ ചെല്ലാൻ. ഒന്ന് പോകാൻ കൊച്ചേ, അങ്ങേർക്ക് ഊഞ്ഞാലേ കയറാൻ കണ്ട പ്രായം. ആഹാ, നാളെ രാവിലെ വല്ലതും പറയാം. ഇനിയിപ്പൊ രാത്രിയിൽ പോയി കിടക്ക്. എന്നാ പിന്നെ നാളെ പറയാം. ഈ വീട്ടിലെ അല്ലേ? ഞങ്ങളുടെ ഉമ്മച്ചിക്കൊട്ടും വയ്യ. ഇക്കാനൊന്ന് വിളിച്ചു പറയാനുണ്ടോ ചേച്ചി? ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ബാ, അതാണ് ലാൻഡ് ഫോൺ. ചേച്ചി വിളിച്ചിട്ടോ ചേച്ചി? വിളിച്ചോ ചേച്ചി? ഒത്തിരി നന്ദി. എന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ല, വിളിച്ചപ്പോ കിട്ടിയല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ ടൗണിൽ പോകണ്ട വന്നേനെ. ഇന്ന് തന്നെ വരുവോ? ഇക്ക ഇപ്പൊ ഒന്നും വരത്തൊന്നുമില്ല. ഇനി ഇക്കാക്ക് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യണ്ടേ? ദുബായിലല്ലേ വർക്ക് ചെയ്യണത്? ഇപ്പൊ ഗൾഫിലോട്ടാണോ വിളിച്ചേ? ചേച്ചി എന്റെ ഒരു ചെറിയ ഇതാണ്ടാ. ഇല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് ടൗണിൽ പോകണ്ട വന്നേ. നന്ദി ഉണ്ട് ചേച്ചി. ഇതിപ്പോ നാട്ടുകാരെ വെറുപ്പിക്കാനും പറ്റത്തില്ല. ഇച്ചായം വരുമ്പോ ഞാൻ എന്തോ പറയും? ഇങ്ങനെ വിട്ടാ പറ്റൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അയ്യോ, എന്റെ അമ്മച്ചി. എടാ ജോയ് മോനെ. അമ്മച്ചി, അപ്പൊ അമ്മച്ചിക്കൊന്നും പറ്റിയില്ലേ? ഇച്ചായ ഇതെന്നെ പറയാതെ വന്നേ? ഇതെന്നാ ഇച്ചായ പറയാതെ വന്നേ? ഇതെന്നാടി ഇവിടെ നടക്കണേ? ഇപ്പൊ ഞാൻ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് എനിക്കാണോ സർപ്രൈസ്? ഇവിടെ ആൾക്കൂട്ടം എത്ര? എടി, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചെന്ന ഫോണാ, നീ അത് പബ്ലിക് ബൂത്ത് ആക്കിയോ? ഇച്ചായ, നാട്ടുകാർക്കൊരു ഉപകാരമായി നമുക്കൊരു വരുമാനമായല്ലോ. ടെലിഫോൺ മണി പോൽ സിരിക്കവൾ